ബന്ധങ്ങൾ രണ്ടു തരമാണുള്ളത്. ചിലർ അനുഗ്രഹമായിട്ടാവും നിങ്ങളുടെ മുന്നിലെത്തുന്നത്, എന്നാൽ ചിലർ നിങ്ങൾക്കൊരു പാഠമായിരിക്കും. പ്രതികരണം എന്തായിരിക്കുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഒരു സ്ത്രീ അവളുടെ പങ്കാളിയുടെ കുറവുകൾ നിങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അവളെ വിശ്വസിക്കാം. ആരെയും ബോധ്യപ്പെടുത്താൻ ഒന്നും ചെയ്യരുത്. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ ഉണ്ടാകണമെന്നില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. മറ്റു പലർക്കും അത് തെറ്റായി തോന്നിയേക്കാം, എന്നാൽ അത് നമ്മുടെ കുറ്റമല്ല. പുഞ്ചിരിയും മൗനവും ജീവിതത്തിലെ രണ്ട് ആയുധങ്ങളാണ്. പുഞ്ചിരി നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും മൗനം നല്ല ബന്ധങ്ങൾ തകരാതിരിക്കാനും ഉപകാരപ്പെടും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വളരുന്നതും താഴ്ന്നു പോകുന്നതും നമ്മുടെ ധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളമുണ്ടോ അതിനനുസരിച്ചാണ്. വിജയവും പരാജയവും ജീവിതത്തിലെ രണ്ട് അവസ്ഥകൾ മാത്രമാണ്. വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ പരാജയത്തിൽ അമിതമായി നിരാശരാവുകയോ ചെയ്യേണ്ടതില്ല. വിജയത്തിന്റെ പാത പൂക്കൾ വിരിച്ചതല്ല, മുള്ളുകൾ നിറഞ്ഞതാണ്. തേനീച്ചയുടെ കുത്തേൽക്കാതെ തേനെടുക്കാനാവാത്തതുപോലെ പ്രയാസങ്ങളെ മറികടക്കാതെ ലക്ഷ്യത്തിലെത്താനാകില്ല. നേടാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ചുള്ള അറിവും അതിന്റെ പൂർണ്ണമായ ചിത്രവും വിജയം കൈവരിക്കുന്നതിൽ പ്രധാനമാണ്. ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിനൊരു വിലയും ഉണ്ടാവില്ല. വെറുപ്പ്, അത്യാഗ്രഹം, അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുണ്ടാകുന്നു. കുറവുകൾ കണ്ട് അവഗണിക്കുന്നവരുടെ മുന്നിൽ കഴിവുകൾ കൊണ്ട് ജയിച്ചു കാണിക്കണം. വലിയ പരാജയങ്ങൾ സ്വീകരിക്കാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ ഏറ്റവും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. ജീവിതത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവുമില്ലാത്ത ജീവിതവുമില്ല. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമാകും. നിങ്ങളെ ജീവിതത്തിൽ നിന്ന് വിജയിക്കാൻ അനുവദിക്കാത്തവരെ തീർച്ചയായും ഒഴിവാക്കുക. ഒരു മനുഷ്യൻ ഒരിക്കലും വിഡ്ഢികളുടെ കൂട്ടത്തിൽ നിൽക്കരുത്. നിങ്ങൾ അത്തരം വിഡ്ഢികളുടെ കൂട്ടത്തിലാണെങ്കിൽ ഉടൻ അവരെ ഉപേക്ഷിക്കുക. അല്ലാത്ത പക്ഷം ഭാവിയിൽ നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായേക്കാം. അത്തരം ആളുകൾ നിങ്ങളുടെ സമയം പാഴാക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങളെക്കാൾ ഉയർന്നവരാണെന്ന് കരുതി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത്. കാരണം അവരുടെ നുണകളും കൈപ്പേറിയ വാക്കുകളും വിഷം പോലെയാണ്. നെഗറ്റീവ് ചിന്താഗതിക്കാരുടെ കൂടെ നിന്നാൽ നിങ്ങൾക്കും കുറഞ്ഞ സമയത്തിനുള്ളിൽ നെഗറ്റീവായി ചിന്തിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഒരു വ്യക്തിക്ക് എല്ലാത്തിലും തെറ്റുകൾ കണ്ടെത്തുകയോ കരയുകയോ ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ ഉടൻ അവനെ ഉപേക്ഷിക്കുക. അവർ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ നിങ്ങളെയും ബാധിക്കും. അതിനാൽ അർഹിച്ച വിജയം പോലും നഷ്ടമായേക്കാം. നിങ്ങളുടെ സമ്മതമില്ലാതെ ആർക്കും നിങ്ങളെ വില കുറച്ച് കാണാൻ കഴിയില്ല. എല്ലായിടത്തും ആത്മസംയമനം പാലിക്കുക. ബഹുമാനം നിങ്ങളെ തേടിയെത്തും. എല്ലാം ഒരു കാരണത്തിലാണ് സംഭവിക്കുന്നത്. ശാന്തത പാലിക്കുക. അതിനെ ചോദ്യം ചെയ്യരുത്. നല്ലതിന് എന്ന് ഉറച്ചു വിശ്വസിക്കുക. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പവഴി സംസാരിക്കുന്നത് നിർത്തി പ്രവർത്തിക്കാൻ തുടങ്ങുക എന്നത് മാത്രമാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ വെറുക്കപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവളുടെ മനസ്സ് തകർക്കപ്പെട്ടു എന്നതിലാണ്. അന്ധകാരത്തിന് ഇരുട്ടിനെ പുറന്തള്ളാൻ കഴിയില്ല. വെളിച്ചത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. വെറുപ്പിന് വിദ്വേഷത്തെ പുറത്താക്കാൻ കഴിയില്ല. സ്നേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. ഒരു ശ്രേഷ്ഠനായ മനുഷ്യൻ തന്റെ സംസാരത്തിൽ എളിമയുള്ളവനാണ്. എന്നാൽ അവന്റെ പ്രവർത്തനങ്ങളിൽ ആർക്കും തടസ്സം നിൽക്കാൻ കഴിയുകയുമില്ല. നമ്മുടെ മനസ്സ് വളരെ ശക്തിയുള്ളതാണ്.
അതിൽ നല്ല ചിന്തകൾ നിറച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാം. നമ്മുടെ തോൽവി ചിലരുടെ സ്വപ്നമായിരിക്കും, നമ്മുടെ കീഴടങ്ങൽ ചിലരുടെ ആഗ്രഹമായിരിക്കും. ഇവയെല്ലാം അപ്പുറം നമ്മുടെ പോരാട്ടവും നമ്മുടെ വിജയവും നമ്മുടെ മാത്രം ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിലെത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. കൂര ചെറുതാണെങ്കിലും അതിനുള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരത്തേക്കാൾ വലുതാണ്. പരാജയം മാത്രം ഏറ്റുവാങ്ങിയ ജീവിതം ഒന്നും ചെയ്യാതെ ചെലവഴിച്ച ജീവിതത്തേക്കാൾ പ്രയോജനകരവും മൂല്യമേറിയതുമാണ്. വിജയം സന്തോഷത്തിന്റെ താക്കോലല്ല, സന്തോഷമാണ് വിജയത്തിന്റെ താക്കോൽ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരും വിലമതിക്കില്ല. സമയവും കഴിവുകളും മറ്റുള്ളവർക്കായി വിനിയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളിൽ വില കൽപ്പിക്കുക. നിങ്ങൾ എന്നേക്കും ജീവിക്കും എന്നതുപോലെ സ്വപ്നം കാണുക. നിങ്ങൾ ഇന്ന് മരിക്കുന്നത് പോലെ ജീവിക്കുക. കഠിന പ്രവർത്തനം എല്ലായ്പ്പോഴും സന്തോഷം നൽകിയില്ലായിരിക്കാം, എന്നാൽ പ്രവർത്തനമില്ലാതെ സന്തോഷമില്ല. നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത്. കഠിനാധ്വാനം ചെയ്യുന്നവരെ മാത്രമേ ദൈവം തുണയ്ക്കൂ. ഉറപ്പിച്ചു പറയാവുന്ന ഒരു തത്വമാണത്. എത്ര കഠിനമായ പരിസ്ഥിതിയിലും തന്റെ ലക്ഷ്യത്തിന് നേരെ ചുവടുവെച്ചു നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതുണ്ട്. കാരണം സ്വയം തെറ്റ് സംഭവിച്ചതിന് ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകും. നമ്മെ രക്ഷിക്കാൻ നമുക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. നമ്മൾ നടക്കേണ്ട ദൂരം നടന്നു തീർക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മുടെ മനസ്സ് തൊട്ടറിഞ്ഞവരോട് മാത്രം എല്ലാം തുറന്നു സംസാരിക്കാം. അല്ലാത്തവരോട് പറഞ്ഞാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ തുറന്നു പറഞ്ഞതൊക്കെ നമുക്കെതിരെയുള്ള ആയുധമായി മാറും. മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ചു സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. ഒരു പുരുഷൻ അയാളുടെ സുഹൃത്തിന്റെ കുറ്റവും കുറവും നിങ്ങളോട് പറഞ്ഞാൽ അവരെ വിശ്വസിക്കരുത്. നമ്മളിൽ നെഗറ്റീവ് കാണുന്നവർ ഒരുപാടുണ്ടാവും. നമ്മളതിൽ തകർന്നു പോകരുത്. കാരണം മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് കാണുന്നതെല്ലാം മഞ്ഞയായിട്ടേ തോന്നും.